എന്താ വേണ്ടത്? എനിക്കൊരു സഹായം വേണമായിരുന്നു. എന്ത് സഹായം? മോളെ സമൃദ്ധേ, സമൃദ്ധേ, മോളെ മോളെ സമൃദ്ധേ, എന്താ അമ്മേ? നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? എന്താ അമ്മേ? സമൃദ്ധ എവിടെയെങ്കിലും കാണാനില്ല. കാണാനില്ലേ? അവള് പിന്നെ എവിടെ പോയി? ആ, എനിക്കെങ്ങനെ അറിയാം? ഞാൻ പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? ഞാനൊന്ന് ബില്ലടയ്ക്കാൻ പോയി, തിരിച്ചു വന്ന് നോക്കിയപ്പോ അവളെ കാണാനില്ല. ചതിച്ചോ ഈശ്വര, അവൾക്ക് പിന്നെയും ബോധം വന്നോ? ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാണോ? അമ്മ ബഹളം വെക്കാതെ നമുക്ക് നോക്കാം, വാ. ഞാൻ ഗൂഗിള് വരുന്നുണ്ടോ നോക്കായിരുന്നു. സമയത്തായിട്ടും ഗൂഗിൾ എന്താ വരാത്തെ? ഗോകുലിനെ കാണാൻ ഇത്രയ്ക്ക് തിടുക്കമായോ? അതുകൊണ്ടല്ല, നമുക്ക് വീട്ടിൽ പോണ്ടേ. ഒരു ടാക്സി വിളിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. മോളാണെങ്കിൽ ചിലപ്പോ വന്നു കാണും. അവനിപ്പം വരും, മോള് വിഷമിക്കണ്ട. ദേ വന്നല്ലോ. മോളെന്താ നോക്കുന്നേ? അതാരാ ഗൂഗിളിന്റെ കൂടെ വേറൊരാള്? അറിയില്ല. എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ഗൂഗിളിന്റെ കൂട്ടുകാരാരെങ്കിലും ആയിരിക്കും. മോൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ? ഏയ് ഇല്ല, ഞാൻ മുമ്പ് ഗൂഗിളിന്റെ കൂടെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഇത്രയും നേരം ഭർത്താവ് വരാത്തിന്റെ ടെൻഷനായിരുന്നല്ലോ, ഇപ്പൊ മാറിയില്ലേ? സിസ്റ്ററെ, ദയവ് ചെയ്തൊന്ന് നോക്കാവോ പ്ലീസ്? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. സിസ്റ്ററെ, ഓപ്പിലൊന്നൊരു പേരും കൂടെ നോക്കണേ. അല്ല, പേഷ്യന്റ് നിങ്ങളുടെ ആരാ? എന്റെ വൈഫാ. സിസ്റ്ററെ, ഒന്ന് വേഗം നോക്കൂ, അത്യാവശ്യമായതുകൊണ്ടാ. പ്ലീസ്. ഏട്ടാ, ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഏട്ടാ എന്ന് കണ്ടത് അർച്ചനടുത്താണെങ്കിൽ അത് ഈ കമ്പ്യൂട്ടറിൽ കാണും. ആ, അതെ, കിട്ടിയോ സിസ്റ്ററെ? അവൾ ഏത് റൂമിലാ? ഇവിടെ അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ കൂട്ടത്തിൽ അർച്ചന എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ അർച്ചനയ്ക്ക് എത്ര വയസ്സ് പ്രായം കാണും? അർച്ചനയ്ക്ക് ഇപ്പൊ ഒരു 34 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഉണ്ടാവുന്നോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അതെ, ഈ കിടക്കുന്ന പേഷ്യന്റിന് 52 വയസ്സ് പ്രായമുണ്ട്. അയാളുടെ ഹസ്ബൻഡിന്റെ പേര് രാമചന്ദ്രൻ എന്നാ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സച്ചിന്ന. അപ്പോ അതല്ല, ഇതേതോ അമ്മച്ചിയാ. സിസ്റ്റർ ഓപ്പിലെ ലിസ്റ്റ് നോക്കിയായിരുന്നു? ആ ഓപ്പി ലിസ്റ്റിലൂടെ നോക്കാവോ? അതും ഞാൻ നോക്കി. നിങ്ങൾ പറഞ്ഞ പ്രായത്തിലുള്ള അർച്ചനമാരാരും കഴിഞ്ഞ ഒരാഴ്ച ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. സിസ്റ്റർ, ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് നോക്കാവോ? നിങ്ങളൊന്ന് പോയി, എനിക്ക് വേറെ പണിയുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യട്ടാ? സാറ് വന്നോണ്ടാ അവരിപ്പോ നോക്കാൻ സമ്മതിച്ചത്. ഞങ്ങള് തനിയെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഇതിന് സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഹലോ, ഞാൻ എത്തി. ഇപ്പോരാ പോരാ. ഇല്ല, കഴിഞ്ഞു. വൈഫ് വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
നമുക്ക് പിന്നെ കാണാം. അല്ല സാറപ്പം കൊണ്ട് വരുന്നില്ലേ? നിങ്ങൾ ചെന്നങ്ങ് പരിശോധിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ട് വന്നാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കോളൂ. പോകാൻ കുറച്ച് ധൃതിയുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനും വന്നേനെ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ എന്നെ വിളിച്ചാൽ മതി. ശരി സാർ. അപ്പൊ ശരി, കാണാം. എന്തൊരു നല്ല മനുഷ്യനാ. നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യം അദ്ദേഹത്തിനില്ല. എന്നിട്ട് കണ്ടില്ലേ, ഇവിടം വരെ കൂടെ വന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസം. എന്നാ വാ, നമുക്ക് CCTV നോക്കാം. അത് നിനക്കെങ്ങനെ അറിയാം? അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. അയാളുടെ ഭാര്യയെ കാണാതായിട്ട് വർഷങ്ങളായെന്ന്. കഴിഞ്ഞ ദിവസം അയാൾ ആ പെണ്ണെ ഈ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് വെച്ച് കണ്ടുപോലും. ആരുടെ ഭാര്യയെ? അങ്ങനെ ആരുടെയെങ്കിലും ഭാര്യയെ കാണാതായ അതിന് ഗോകുലിനെന്താ? എന്തിനാ അതിന്റെയൊക്കെ പിന്നാലെ ഗോകുൽ പോകുന്നു? അത് ഗോകുലിന്റെ ഏതോ പരിചയക്കാരനാ, അതുകൊണ്ട് പോയതായിരിക്കും. മോളെ, അവനൊരു വക്കീലല്ലേ. എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടും ബന്ധം അവന് കാണും. പല കാര്യത്തിനും അവന്റെ സഹായം തേടി ആളുകൾ വരില്ലേ. ഇതും അതുപോലെ ആയിരിക്കും. എന്റെ കാര്യമാണോ അതോ അവരുടെ കാര്യമാണോ ഇപ്പൊ ഗോകുലിന് വലുത്? നിന്റെ കാര്യം തന്നെ അവന് വലുത്. പക്ഷേ ഇതവന്റെ ഏതെങ്കിലും കേസിന്റെ കാര്യമാണെങ്കിലോ? അതല്ലാതെ അവൻ വെറുതെ എന്തിന്റെങ്കിലും പിന്നാലെ പോകുന്നു മോൾക്ക് തോന്നുന്നുണ്ടോ? മോള് സമാധാനിക്ക്, അവൻ ഇപ്പം വരും. ആ, അന്വേഷണമൊക്കെ കഴിഞ്ഞ് ദേ വരുന്നുണ്ട്.